ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യൂക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിനും നമ്മുടെ ദേഹ സംരക്ഷണത്തിനും രക്തക്കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇതിനായിട്ട് 1/4 കപ്പ് കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണിയിലിട്ട് ആറ്റിയെടുത്ത എള്ളാണിത്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഈ എള്ള് പൊട്ടി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ എള്ള് നന്നായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി എടുക്കുന്നത് പച്ച നിലക്കടലയാണ്. 1/4 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. വറുത്ത നിലക്കടലയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പിന്നീട് അത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ഈ പച്ച നിലക്കടല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ആവശ്യത്തിന് റോസ്റ്റായി കഴിഞ്ഞാൽ ഇതും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുക്കുന്നത് മട്ട അവിലാണ്. ഒരു 1/4 കപ്പും അതിൻ്റെ ഒരു പകുതി അളവിലും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ക്രിസ്പിയായി കിട്ടുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിന് പകരം മട്ടയരിയും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മട്ടയരി എടുക്കുന്നില്ല. ഇതിന് പകരമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ 1/4 കപ്പ് മട്ടയരിയും കൂടി എടുക്കാവുന്നതാണ്. ഇത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് റാഗിയാണ്. കഴുകി ഉണക്കിയെടുത്ത റാഗിയാണിത്. ഈ 1/4 കപ്പിൻ്റെ പകുതിയോളം റാഗി എടുത്തിട്ടുണ്ട്. ഇതും കരിഞ്ഞു പോവാതെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു കപ്പിൻ്റെ പകുതി അളവിൽ ബദാം എടുത്തിട്ടുണ്ട്. ഒരു 15 ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് കാഷ്യൂ ആണ്. 10 കാഷ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതൽ അളവിൽ പൊടി വേണമെന്നുള്ളവർക്ക് കൂടുതൽ അളവിൽ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാവുന്നതാണ്. എള്ളാണ് ഇതിൽ മെയിനായിട്ട് എടുക്കേണ്ട ഒരു ചേരുവ. അതും ആവശ്യത്തിന് റോസ്റ്റ് ആയതിനു ശേഷം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും ചേരുവകളാണ് ഞാൻ ഈ പൊടിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഉലുവ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. കടലയോ ചെറുപയറോ ഗോതമ്പോ നിങ്ങൾക്കിഷ്ടമുള്ള എന്തും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഉലുവയുടെ 2-3 റെസിപ്പി മുൻപേ ഇട്ടതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ ഉലുവ ചേർത്തിട്ടില്ല. ഉലുവപ്പൊടിയുടെ ഒരു റെസിപ്പി അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതാണ്. ഇനി ചൂടാറിയതിന് ശേഷം ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കണം. ഇതെല്ലാം ഒന്നിച്ച് പൊടിച്ചെടുക്കാതെ ഓരോന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ആദ്യം എള്ള് പൊടിച്ചെടുക്കാം. എള്ളൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയമിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. എള്ളും നിലക്കടലയും ഒക്കെ ഒരുപാട് സമയം അടിച്ചെടുത്താൽ അതിൻ്റെ എണ്ണ പുറത്തേക്ക് വന്നിട്ട് അത് കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് റാഗി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു പൊടിയാണ്. സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ഇത് കഴിക്കുന്നത്. ഈ കർക്കിടകത്തിൽ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് കാഷ്യൂസും ബദാമും ഒക്കെ ഒന്ന് പൊടിച്ചെടുത്ത് വരാം. എല്ലാ ചേരുവകളും ഞാൻ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ എടുത്തിരിക്കുന്ന എല്ലാ ചേരുവകളും നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ച് കഴിച്ചു നോക്കൂ. നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൊടിക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ഇത് കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും ശർക്കരപ്പൊടിയും ചേർക്കാവുന്നതാണ്. ശർക്കരപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചീകിയെടുത്ത് അത് ചേർക്കാവുന്നതാണ്. ഉരുക്കിയ ശർക്കര അരിച്ചെടുത്ത് ചേർത്ത് ഉണ്ടയാക്കിയും ഇത് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് പൊടിയായിട്ട് തന്നെയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കുറച്ച് ചിരകിയ തേങ്ങയും കുറച്ച് ശർക്കരപ്പൊടിയും ചേർക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് പോലും ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്കും BP ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ കഴിക്കാവുന്ന ഒരു പൊടിയാണിത്. അപ്പോൾ ഈ ഒരു കർക്കിടകത്തിൽ ഇതൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉലുവ കഞ്ഞിയുടെയും മരുന്നുണ്ടയുടെയും ഉലുവ പാലിൻ്റെയും ഒക്കെ റെസിപ്പി ഞാനിതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്.
താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.